ഹലോ ഗൈസ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ തൃശ്ശൂരുള്ള ബ്ലൂ വേവ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലെ വണ്ടികളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അവിടെ ഏകദേശം 60-നടുത്ത് വണ്ടികളുണ്ട്. അപ്പോൾ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും കൂടി ഒറ്റ എപ്പിസോഡിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 5 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ കാറുകളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ബട്ടൺ അമർത്തുക, ഓക്കെ, ബെല്ലൈക്കൺ അത് അമർത്തുക, ഓക്കെ. പിന്നെ യൂസ്ഡ് കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ശങ്ക ഉണ്ടാവും ഇല്ലേ? അതായത് വണ്ടി വല്ല ആക്സിഡൻറ്റിൽ പെട്ട വണ്ടിയാണോ, ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടിയാണോ, റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ, എഞ്ചിൻ കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവും. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഷോറൂമിൻ്റെയും ഏജൻ്റ് അല്ല, അത് ആദ്യം പറയാമല്ലോ, ഒരു ഷോറൂമിൻ്റെയും ഏജൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഓരോ ഷോറൂമിൽ പോകുന്നു, അവിടുത്തെ നല്ല നല്ല വണ്ടികൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, അതാണ് സംഭവം. അപ്പോൾ ഈ ഷോറൂമുകാരുടെ അടുത്ത് ഞാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മളുമായിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നല്ല വണ്ടിയെ കൊടുക്കാവൂ. ആക്സിഡൻറ്റ്, ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ, അങ്ങനത്തെ ഒരു വണ്ടിയും നിങ്ങൾക്ക് തരില്ല, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ മോട്ടോ വ്ളോഗ്സ് എന്നുള്ള ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സാപ്പ് ചെയ്യോ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം, എൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ ബഡ്ജറ്റിലുള്ളൊരു വണ്ടിയാണ് കൊണ്ടുവരുന്നത്. ആൾട്ടോ 800 2012 മോഡൽ വണ്ടിയാണ്. LSI ആണ്, സെക്കൻഡ് ഓണറാണ്. ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. 47,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,85,000 രൂപയാണ്. അപ്പോൾ 1,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 2012 മോഡൽ ആൾട്ടോ 800 കിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഇതിൽ ക്ലീനാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് നമുക്കൊരു വണ്ടി, ഒരു കാറ്, അതും ലോ പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ആൾട്ടോ 800 ആണ്. കാരണം ഒരു 5 പേർക്ക് സുഖമായിട്ട് പോവാം. ഈ കാറിൻ്റെ നോക്കുകയാണെങ്കിൽ നല്ല ഇൻറ്റീരിയറാണ്, സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ 1,85,000 രൂപയ്ക്ക് നമുക്ക് മുതലായിട്ടുള്ള ഒരു ആൾട്ടോ 800 വൈറ്റ് കളർ വണ്ടി, സെക്കൻഡ് ഓണർ, ഓക്കെ. ഇനി വരുന്നത് നമ്മുടെ റെഡിഗോയുടെ വണ്ടിയാണ്. റെഡിഗോയുടെ ദാറ്റ്സൻ്റെ റെഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് 2016 മോഡൽ വണ്ടിയാണ്, ഓക്കെ. ഇത് ഒരു ബ്രൗണിഷ് ഗ്രേ കളറുള്ളത്, പെട്രോള്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നോക്കുക 8,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 3,00,000 കിലോമീറ്ററാണ്. പെട്രോൾ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, 2016 ആണ്. 8,000 കിലോമീറ്റർ ആകെ കൂടി വണ്ടി ഓടിയിട്ടുള്ളൂ. അതായത് പറയുകയാണെങ്കിൽ നല്ല പുതുപുത്തൻ വണ്ടി എന്ന് പറയാം. നമുക്ക് 3,00,000 നമുക്ക് റെഡിഗോ കിട്ടും, പുതുപുത്തൻ വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോഴും നമ്മൾ പറയില്ലേ, ഇങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പോളിച്ച ഇപ്പോഴും ഉണ്ട്. സീറ്റൊക്കെ നന്നായിട്ടുണ്ട്. ആ ഗ്രീൻ കളറിലുള്ള ടെക്സ്ചർ ഡിസൈനിങ് അത് നന്നായിട്ടുണ്ട്. പിന്നെ ബീച്ച് കളറിലുള്ള ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ. അപ്പോൾ ഡോറും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെളിയും അഴുക്കും ഒന്നും പറ്റിയിട്ടില്ല. നല്ല എന്താ പറയുക, ഒരു പുതുപുത്തൻ വണ്ടി വാങ്ങണ ഫീല് നിങ്ങൾക്ക് കിട്ടും. 3,00,000 രൂപയ്ക്ക് ഇപ്പോൾ ഒരു കൈയോടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് 3,00,000 കൊണ്ടുവരികയാണെങ്കിൽ റെഡിഗോ എന്തായാലും സുഖമായിട്ട് നമുക്ക് പുതുപുത്തൻ ഒരു വണ്ടി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാം. 2016 മോഡൽ, സിംഗിൾ ഓണർ, 8,000 കിലോമീറ്റർ, 3,00,000. ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് i20 ആണ്. i20യുടെ ആസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അത് i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ, 2009 മോഡലാണ്, 4th ഓണറാണ്. 1,15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. 2,30,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് ഫുൾ ഓപ്ഷനാണ് വണ്ടി. എനിക്ക് എപ്പോഴും ഈ ഫുൾ ഓപ്ഷൻ വണ്ടികളോട് ഒരു താല്പര്യം കൂടാണ്. പിന്നെ അത് കൂടാതെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, നല്ലൊരു സ്റ്റിയറിംഗ് കവറൊക്കെ കൊടുത്തിട്ട് ബ്രൗൺ കളറിൽ നന്നായിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റാണെന്ന് തോന്നുന്നു, ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഫ്റ്റർ മാർക്കറ്റ് വെച്ചിട്ട്. പിന്നെ ഗിയർ കൺസോൾ നന്നായിട്ടുണ്ട്. സീറ്റൊക്കെ ഉണ്ടില്ലേ, നല്ല കംഫർട്ട് തരുന്ന നല്ല കുഷനിങ് ഒക്കെ ഉള്ള നല്ല ബ്രൗൺ സീറ്റ്. ഇൻറ്റീരിയർ നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് വണ്ടിക്ക്. i20
പിന്നെ ഹുണ്ടായുടെ വണ്ടികളൊക്കെ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെയാണല്ലോ. പിന്നെ ബാക്കിൽ ഒരു സീറ്റിനൊക്കെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. i20 നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2,30,000 രൂപയ്ക്ക് കുഴപ്പമില്ല. ABS, ആസ്റ്റ ABS, അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വണ്ടി. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് അതും ഹുണ്ടായുടെ തന്നെയാണ്. i20 തന്നെയാണ്. ഇത് സ്പോർട്സാണ് മോഡൽ ആസ്റ്റ. ഇത് സ്പോർട്സ് വേരിയൻ്റ് ആണ്. ഇത് 2013 മോഡലാണ്. സെക്കൻഡ് ഓണറാണ് ഈ വണ്ടി. 94,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,60,000 രൂപയാണ്. അപ്പോൾ 2013 മോഡല് 94,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 3,60,000 എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൈസാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറൊക്കെ നോക്കാം. സ്റ്റിയറിങ് 3 സ്പോക്ക് സ്റ്റിയറിങ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡ്. ആഫ്റ്റർ മാർക്കറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ ഇതിൽ. സീറ്റൊക്കെ നന്നായിട്ടുണ്ട്. നല്ല കണ്ടീഷനിലുള്ള ഇൻറ്റീരിയറാണ് നമ്മൾ കണ്ടത്. ഡോർ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറേ വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് പാർക്ക് ചെയ്തിട്ടുള്ള കാരണേ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ലെഗ് സ്പേസ്, നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. അപ്പോൾ 3 പേർക്ക് പിന്നിൽ സുഖമായിട്ടിരിക്കാം. പിന്നെ മോളൊക്കെ ക്ലീനാണ്. അപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഇതും. i20 സ്പോർട്സ് 2013 മോഡൽ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 3,60,000. ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് സാൻഡ്രോയുടെ ഒരു മോഡലാണ്. ഇത് ഒരു ബഡ്ജറ്റ് മോഡലാണ്. അതായത് 2 ഐഫോൺ വാങ്ങണ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാൻഡ്രോ സിംഗ് വാങ്ങാം. 2011 മോഡൽ വണ്ടി. സിംഗിൾ ഓണറാണ്. 61,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറയണത് 1,95,000 രൂപയാണ്. മനസ്സിലായ 1,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സാൻഡ്രോ സിംഗ് മേടിച്ചിട്ട് പോകാം. GL പ്ലസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വേരിയൻ്റ് കേട്ടോ. നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. 3 സ്പോക്ക് സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ സിംഗിൾ ടോൺ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ്. സീറ്റ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇൻറ്റീരിയർ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൻ വൈസേഴ്സ് ഉണ്ട്. അങ്ങനെ സാൻഡ്രോ സിംഗ് 2011 മോഡല്. സിംഗിൾ ഓണർ. 61,000 കിലോമീറ്റർ. 1,95,000 ആസ്കിംഗ് പ്രൈസ്. ഇനി അടുത്തത് വരുന്നത് A-സ്റ്റാർ ആണ്. ഓട്ടോമാറ്റിക് മോഡലാട്ടോ അത്. A-സ്റ്റാറിൻ്റെ 2011 മോഡല്. A-സ്റ്റാർ ഓട്ടോമാറ്റിക് 2011 മോഡൽ വണ്ടി. സിംഗിൾ ഓണറാണ്. 53,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോളാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2,70,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ജസ്റ്റായിട്ട് വീഡിയോയിലേ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വണ്ടി ഇഷ്ടമാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക കേട്ടോ. മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക. അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വണ്ടിക്കൊന്ന് കാണാൻ ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു വണ്ടിയുടെ പ്രൈസ് കണ്ടു, ഡീറ്റെയിൽസ് കണ്ടു, ഇൻറ്റീരിയർ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ A-സ്റ്റാർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2011 മോഡൽ. സിംഗിൾ ഓണർ. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ആൾട്ടോ ആണ്. അതും ഒരു ബഡ്ജറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചായിരുന്നു ബഡ്ജറ്റ് വില കുറഞ്ഞ വണ്ടികളൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വില കുറഞ്ഞ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. 2007 മോഡൽ വണ്ടിയാണ്. 4th ഓണറാണ്. അപ്പോൾ അത് 2007 എന്ന് പറയുമ്പോൾ പുതിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. അപ്പോൾ ആൾട്ടോ LXi 2007 മോഡൽ. നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. സ്റ്റിയറിംഗ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ക്ലീനാണ്. സീറ്റും ഒക്കെ നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. എല്ലാം ഇത് നമ്മൾ വണ്ടിയുടെ വരുമ്പോൾ തന്നെയാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയെ വാങ്ങുള്ളൂ. മോശം വണ്ടികളൊന്നും നമ്മളിവിടെ എടുക്കുന്നില്ല എന്നാണ് ഷോറൂമുകാർ പറഞ്ഞത്. വിൽക്കാൻ പറ്റിയ വണ്ടികളൊക്കെയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറൊക്കെ നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾട്ടോ LXi 2007 മോഡല്. പുതിയ ടെസ്റ്റ്. 71,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടിയാണ്. 1,30,000 രൂപ. അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു ബ്രാൻഡ് ന്യൂ എന്നൊക്കെ പറയാം. ബലീനോ ആൽഫ ഓട്ടോമാറ്റിക്.
അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. 2018 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണറാണ്. 69,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോളാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7,75,000 രൂപയാണ്. നല്ല ബലീനോ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല എന്താ പറയുക, ഒരു 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 കൂപ്പേ ലൈക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇൻറ്റീരിയറൊക്കെ വളരെ പ്രീമിയം റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയിൽ കയറുന്ന ഫീലാണ് നമുക്ക് ഈ ബലീനോയിലെ ഉള്ളിലേക്ക് വരുമ്പോൾ. ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ നോക്കട്ടോ, നല്ല പോഷായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. പിന്നെ പുതുപുത്തൻ വണ്ടിയാണ്. നല്ല എന്താ പറയുക, ഒരു ഷോറൂം കണ്ടീഷനിലൊക്കെയാണ്. ആ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സീറ്റും കാണുമ്പോൾ തന്നെ നമുക്കൊരു റിച്ച് ഫീലിംഗ് ആണ് നമുക്കിതിൽ കിട്ടുക. വണ്ടി നല്ല കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ്. കളർ ഉണ്ടല്ലേ, ഈ കളറ് നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി കളറ്. നമുക്കൊന്ന് സെക്കൻഡ് റോ ഒന്ന് നോക്കാം. നല്ല ലെഗ് സ്പേസും തൈ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടി. ബലീനോ ആൽഫ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, 2017 മോഡല്, 18 രജിസ്ട്രേഷൻ, 69,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,75,000. അടുത്തത് സ്വിഫ്റ്റാണ് നമ്മുടെ. വീണ്ടും സ്വിഫ്റ്റ് LXI 2017 മോഡലാട്ടോ. ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. പിന്നെ എന്താ പറയുക, 74,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഡീസലല്ല, ഇത് പെട്രോളാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,90,000 രൂപയാണ്. നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറൊക്കെ അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് ജസ്റ്റ് ക്വാളിറ്റി നോക്കാനാണ്. എങ്ങനെയുണ്ട് വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നോക്കാം. എനിക്ക് എപ്പോഴും സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലൊരു ഡൗട്ടുള്ളത്, ഞാൻ സ്വിഫ്റ്റിൻ്റെ എന്നവരെ പിൻ സീറ്റിലിരുന്നിട്ട് ട്രാവൽ ചെയ്തിട്ടില്ലേ. അപ്പോൾ സീറ്റ് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട്, പിൻ സീറ്റിൽ ലെഗ് റൂം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ വണ്ടി നിങ്ങൾ സ്വിഫ്റ്റിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ. എങ്ങനെയുണ്ട് ലെഗ് റൂം, തൈ സപ്പോർട്ട്, ഹെഡ് റൂം ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത് സ്വിഫ്റ്റിൻ്റെ 2017 മോഡലാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ 2014 മോഡലാട്ടോ. ഇത് ഡീസലാണ്. സ്വിഫ്റ്റിൻ്റെ VDI മോഡലാണ്, ഡീസലാണ്. നമ്മൾ നേരത്തെ കാണിച്ചത് പെട്രോളാണ്. ഇത് VDI മോഡല്, ഡീസല്. 74,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ കമ്പനി സർവീസ് ഡീറ്റെയിൽ കംപ്ലീറ്റ് കിട്ടും. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,60,000 രൂപയാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ വണ്ടി 4,90,000 ആണ്. അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ ഡീസൽ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കമ്പയർ ചെയ്തോ, രണ്ട് വണ്ടിയും കൂടിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതിന് ഇൻറ്റീരിയറൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ ഓക്കെയാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. ഡോറൊക്കെ നല്ല രീതിയിലുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30,000 രൂപയാട്ടോ. ഇപ്പോൾ പെട്രോള് 4,90,000, ഇത് 4,60,000 ആണ്. പെട്രോള് മോഡൽ വരുന്നത് 2017, ഇത് 2014 മോഡലാണ്. ഓക്കെ. പിന്നെ കിലോമീറ്ററിലും ഒരു 14,000 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ. ഇനി നമ്മൾ കാണിക്കുന്നത് ഗ്രാൻഡ് ഐ10 ആണ്. ഹോണ്ടയുടെ ഗ്രാൻഡ് ഐ10. ഇത് മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് പുതിയ വണ്ടി എന്നൊക്കെ തന്നെ പറയാം. കാരണം ഇത് 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 49,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഉണ്ട്, അതായത് കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പെട്രോളാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,80,000 രൂപയാണ്. ഗ്രാൻഡ് ഐ10 മാഗ്ന പ്ലസ് ആണ് വേരിയൻറ്റ്. നമുക്ക് ഇൻറ്റീരിയറൊക്കെ നോക്കാം. ഡോറൊക്കെ ഒരു ഡ്യുവൽ ടോണിൽ ആണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറും ഒരു ബീച്ച് കളറും. ഇൻറ്റീരിയറൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ആ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ചെറിയൊരു പാടൊക്കെ കണ്ടു. അത് ഓടിക്കാണ്ടിരുന്നിട്ടൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ സെറ്റായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സീറ്റൊക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ചില വണ്ടികളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നാളിങ്ങനെ ഓടിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ഇതൊക്കെ വരും, പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഒരു പരമാവധി ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് സർവീസ് ചെയ്തെടുത്ത സംഭവം കുട്ടപ്പനായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് ഐ10 2018 മോഡൽ 4,80,000. അടുത്തത് വരുന്നത് ഹോണ്ട അമേസ് ആണ്. നമ്മുടെ ഹോണ്ട അമേസ്
ഹോണ്ട അമേസ് 2013 മോഡല്. ഈ ബ്ലൂ കളറിലുള്ള ഹോണ്ട അമേസ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് 1,73,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. തേർഡ് ഓണറാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. ഈ ഹോണ്ട അമേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കരുത്ത് തെളിയിച്ചിട്ടുള്ളൊരു വണ്ടി എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ എഞ്ചിനൊക്കെ നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് ലോങ് ഡ്രൈവിന് വരെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഒരു ഫാമിലി സെഡാൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് 3,25,000 രൂപയ്ക്ക് ഒരു ഹോണ്ട അമേസ് കിട്ടുകയാണ്. ഇതിൽ എൻജിൻ റിലയബിലിറ്റി നല്ല നല്ല എൻജിൻ റിലയബിലിറ്റി ആയിട്ടാണ് പറയണത് ഈ ഡീസൽ എൻജിൻ ഹോണ്ടയുടെ. അപ്പോൾ 2013 മോഡല്, തേർഡ് ഓണർ, 1,73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,25,000. എൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ, ബീച്ച് കളറിലൊക്കെ നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. പിന്നെ ബ്ലൂ കളറ് അതും നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു ഫാമിലി സെഡാൻ, നല്ല ഒരു അടിപൊളി ബൈയാണ്.